ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. നമസ്കാരം. ഇത്രയും ദിവസം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പൂക്കി മുഖ്യമന്ത്രിയാണ്, നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്ന ആളാണ്, നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആളാണ്, നല്ലവനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞു നടന്നു. ഈ പറഞ്ഞു നടന്നവരൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറയുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷികളാകേണ്ടി വന്നത്. അദ്ദേഹത്തിന് ഒരൊറ്റ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ അഹങ്കാരിയായ മേനോൻ, ധാർഷ്ട്യക്കാരൻ, മേനോന്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന തരത്തിലൊക്കെ കൊള്ളിച്ചുള്ള ഓരോ പേരുകളൊക്കെ പാവത്തിന് ചാർത്തി കൊടുക്കപ്പെടുന്നത് കണ്ടു. ഇപ്പോൾ വി.ഡി. സതീശനെ കാലാകാലം പുകഴ്ത്തിക്കോളാം എന്നൊന്നും ഞാൻ ആരോടും ഏറ്റിട്ടില്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല. പക്ഷേ ഇന്നലത്തെ ആ ഒരു സംഭവത്തിലും ഈ ഒരു വിഷയത്തിലും ശ്രീ വി.ഡി. സതീശന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയൊക്കെ കാര്യം നമുക്കറിയാം. ഒന്നും വേണ്ട, കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ടിരുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം നമുക്കറിയാം. മാധ്യമ പ്രവർത്തകർക്കൊന്നും അടുത്ത് ചെല്ലാൻ പോലും കഴിയുമായിരുന്നില്ല. ആട്ടിപ്പായിക്കുന്ന രീതിയായിരുന്നു. കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞിരുന്നത്, മാറി നിൽക്കങ്ങോട്ട് എന്നാണ് ക്ഷുഭിതനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു രംഗത്തിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ആർക്കും മനസ്സിന് വിഷമം ഉണ്ടാകാത്ത വിധത്തിൽ, ആരെയും ആക്ഷേപിക്കാത്ത വിധത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്. എല്ലാവരും മനുഷ്യരല്ലേ. അദ്ദേഹത്തിനോട് 12 തവണ ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഒറ്റ ദിവസം കൊണ്ടാണ്. രാവിലെ പ്രഭാത സവാരിക്ക് പോകുന്ന സമയത്തൊന്ന് ചോദിച്ചു, അദ്ദേഹം വീട്ടിലോട്ട് കയറുന്ന വഴിക്കൊന്ന് ചോദിച്ചു, കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങുന്ന സമയത്തൊന്ന് ചോദിച്ചു, കാറിൽ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കവളത്തിട്ടൊരു കുത്തും കൊടുത്ത് ആ സമയത്തും ചോദിച്ചു, എന്നിട്ട് എയർപോർട്ടിൽ വെച്ച് ചോദിച്ചു, പിന്നെ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, ഡൽഹിയിൽ നിന്ന് തിരിച്ചു കയറുന്ന സമയത്ത് ചോദിച്ചു, തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ വീണ്ടും ചോദിച്ചു, കേരള ഹൗസിൻ്റെ മുന്നിൽ വെച്ച് അവിടെ വെച്ച് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്തെല്ലാം ഒരു ദിവസം ഇവർ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഇപ്പോൾ പറയാനില്ല, ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന ആംഗ്യത്തിലൂടെയാണെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ കോലും കൊണ്ട് അവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യം മാധ്യമപ്രവർത്തകർക്കുണ്ടോ? പിന്നെ ചിലർ പറയുന്നത് ഇത് വടശ്ശേരി ദാമോദരമേനോൻ സതീശനോടല്ല ചോദിച്ചത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ട ബാധ്യതയില്ലേ എന്നാണ്. ഒരു മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് പ്രതികരിക്കേണ്ട വിഷയമാണെങ്കിൽ പ്രതികരിച്ചിരിക്കണം. ഇത് അങ്ങനെ ഒരു വിഷയമാണോ? നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. കേരളത്തിനെ അടിയന്തരമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചാണോ മുഖ്യമന്ത്രി വായ തുറന്നില്ല എന്ന് എല്ലാവരും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ? അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയോ സംസ്കാരത്തെയോ ഒക്കെ അടിയന്തരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടിയിൽ നിന്നാണോ വി.ഡി. സതീശൻ ഒഴിഞ്ഞു മാറിയത്? ഒന്നുമല്ല. പിണറായി വിജയൻ്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് പറയുമ്പോഴേ അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം എത്രയോ ബിസിനസ്സുകാരുടെയൊക്കെ വീടുകൾ റെയ്ഡ് നടക്കുന്നു, യൂട്യൂബർമാരുടെ വീടുകളിൽ റെയ്ഡ് നടന്നിട്ടില്ലേ? അപ്പോൾ അതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ടോ? അതുപോലെ ഒരു വിഷയം തന്നെയാണിത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ട് പറയാം, ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയും 2 ആഴ്ചയൊന്നും ആയില്ലല്ലോ, വെറും 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ അദ്ദേഹം കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളാരും ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത് പോലല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വിഷയം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ടാണ് അത് നമ്മൾ കണക്കാക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ആ പ്രതികരണത്തിന് ഉണ്ടായിരിക്കണം. എത്ര രസകരമായിട്ടാണ് അദ്ദേഹം അതിനൊരു വിശദീകരണം കൊടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദിയെ കാണുന്നത്, കണ്ട ഉടനെ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തണം. അപ്പോൾ ഉടനെ പ്രധാനമന്ത്രി പറഞ്ഞു, സതീശൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, എങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത്? ഒരിടത്ത് നടത്തിയാൽ പോരെ, 12 ഇടത്ത് നടത്തണമെന്ന് ഞാൻ പറഞ്ഞു. സതീശൻ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മറുവാക്കണ്ട, 12 ഇടത്ത് നടത്തിയേക്കാന്ന് പറഞ്ഞു. ഉടനെ മോദി ഫോൺ എടുത്ത് കുത്തി അങ്ങ് വിളിച്ച് എല്ലായിടത്തും റെയ്ഡ് നടത്താൻ പറഞ്ഞു എന്ന് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇടതുപക്ഷ നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വിഡിത്തമാണ്. എന്തെങ്കിലും കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്, ഇപ്പോൾ വി.ഡി. സതീശൻ എന്നല്ല, രാഹുൽ ഗാന്ധിക്ക് എന്നല്ല, നരേന്ദ്രമോദിക്ക് പോലും നേരിട്ട് ഇടപെടേണ്ടാത്ത ഒരു വിഷയമാണിത്. ഒരു അന്വേഷണ ഏജൻസിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് കരുതി എല്ലാം ഇരുന്ന് നിയന്ത്രിക്കുന്നത് മോദിയുടെ രാഷ്ട്രീയ ചിന്തയാണ് അല്ലെങ്കിൽ അമിത്ഷാ ആണെന്നൊക്കെ പറയുന്നത് എത്ര വലിയ തെറ്റാണ്. പക്ഷെ പണി വാങ്ങിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവർ പണി വാങ്ങിച്ച് പിടിക്കും, കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് എരന്ന് വാങ്ങിക്കും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ മറുപടി, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം.
അപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനെയാണ് വിമർശിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം വേണം. പിന്നെ കഴിഞ്ഞ ദിവസം കുറേ വനിതാ അവതാരകരൊക്കെ വാർത്താ അവതാരകരൊക്കെ കിടന്ന് കണ്ഠക്ഷോഭം നടത്തുന്നത് കേട്ടു. അത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു. അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ഹാസ്യരൂപേണയാണെങ്കിലും പറയേണ്ടതെല്ലാം പറഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, പോലീസിന്റെ പിടിപ്പുകേടിനെ പറ്റി വലിയ രീതിയിലുള്ള വിമർശനം ഇവിടെ ഉയർന്നു. ED ആക്രമിച്ച സമയത്ത് പോലീസ് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല. അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ആ കേന്ദ്ര ഏജൻസി വളരെ രഹസ്യമായിട്ടാണ് ഈ റെയ്ഡിനുള്ള നീക്കങ്ങൾ നടത്തിയത്. ആരെയും അറിയിച്ചിട്ടില്ല. അവരിവിടെ ഒരു റെയ്ഡ് നടത്തുമ്പോൾ സംസ്ഥാന പോലീസിനെയെങ്കിലും അറിയിക്കേണ്ടതാണ്. അതുപോലും അവർ അറിയിച്ചിട്ടില്ല. ടെലിവിഷനിൽ കാണുന്ന സമയത്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പോലീസിന്റെ ആവശ്യം അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതും അങ്ങനെയാണ് അദ്ദേഹം മുൻകൈയെടുത്ത് പോലീസിനെ അവിടേക്ക് അയക്കുന്നതും. അതൊക്കെയായിരുന്നു സാഹചര്യം. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന കാര്യം. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞ ഒരു സംഭവമാണത്. അതീവ രഹസ്യമായിട്ടാണ് മിന്നൽ വേഗത്തിൽ ED റെയ്ഡിന് വേണ്ടി എത്തിയതെന്ന്, അതിരാവിലെ തന്നെ. അപ്പൊ അത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യത്തിൽ ഇവർക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വിവരങ്ങളെല്ലാം വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചതിന് ശേഷം, അരമണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം, വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വനിതാ മാധ്യമ പ്രവർത്തക, എനിക്ക് തോന്നുന്നു കൈരളിയുടെ റിപ്പോർട്ടറാണ്, കാരണം കൈരളിയാണ് ഇതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. കൈരളിയുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, 12 തവണ ചോദിച്ചിട്ടും താങ്കൾ പ്രതികരിക്കാതിരുന്നത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രീ വി ഡി സതീശൻ ചോദിച്ചു, അപ്പോൾ ഇത്ര സമയം ഇരുന്ന് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്? ഇപ്പോൾ വി ഡി സതീശന്റെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നതെങ്കിലും ഞാനും അതേ ചോദിക്കുകയുള്ളൂ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ രാമായണം മുഴുവൻ വായിച്ച് തീർന്നിട്ട് സീത രാമന്റെ ആരാ എന്ന് ചോദിക്കുന്ന പോലുള്ള ഒരു ചോദ്യമായിരുന്നു ആ വനിതാ മാധ്യമ പ്രവർത്തക ചോദിച്ചത്. അതിൽ ഒരു കഴമ്പും ഇല്ല. അതിനോട് അദ്ദേഹം കാണിച്ച പ്രതികരണം ശരി തന്നെയായിരുന്നു. അതുതന്നെയാണ് ന്യായമായിട്ടുള്ള ഒരു പ്രതികരണം. എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇത്രയും വിമർശിക്കാൻ വേണ്ടി നിങ്ങളൊരു കാരണം നോക്കി നിൽക്കുമ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ. അതായത് കുട്ടികൾക്ക്, നമ്മുടെ പഠിക്കുന്ന നമ്മുടെ പെൺമക്കൾക്ക് 3 ദിവസത്തെ ആർത്തവാവധി അനുവദിച്ചുകൊണ്ടുള്ള നയമൊക്കെ പ്രഖ്യാപിച്ചു. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ലഹരിയെ വേരോടെ അറുത്തുമാറ്റാൻ വേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയെ നന്നായിട്ട് പരിഷ്കരിക്കും. ഏറ്റവും സാമ്പത്തികമില്ലാത്തവർക്ക് വരെ, ഒരു ശേഷിയും ഇല്ലാത്തവർക്ക് വരെ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. എക്സൈസ് നയം മാറ്റും. സ്ത്രീകൾക്ക്, പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസം വരെ പ്രസവാവധി. അങ്ങനെ ഒരു ലോഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 19-ാം തീയതി നടക്കാനിരിക്കുന്ന ബജറ്റ് അവതരണത്തിൽ കേരളത്തിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതിന് നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. വിമർശിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ വിമർശിക്കണം. ഇത് ഒരു കാര്യവുമില്ലാത്തുള്ള വിമർശനമാണ്. കേരളത്തെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആരുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, ഒരു പൊതുവിഷയമല്ല ഈ വീണയുടെ എക്സാലോജിക് കമ്പനി കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരേണ്ട ബാധ്യത അവർക്കുണ്ട്. അതിനുവേണ്ടി കേരള സമൂഹം കാത്തിരിക്കുന്നുണ്ട് എന്നിരിക്കെ തന്നെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി തരണം. അദ്ദേഹം കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് മറുപടി തരണമെന്ന് ശഠിക്കാനൊന്നും നമുക്കാവില്ല. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണെന്ന് പറയരുത്. ധാർഷ്ട്യം ഒട്ടുമില്ലായിരുന്നു. പറയുന്നതിൻ്റെ ടോണിൽ തന്നെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്നോട് മേലാൽ ചോദ്യങ്ങൾ ചോദിക്കരുത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് എപ്പോൾ ഉത്തരം തരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, കേട്ടല്ലോ, നിങ്ങളല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇതായിരുന്നെങ്കിൽ ഒരു ധാർഷ്ട്യം എന്ന് പറയായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതെപ്പോഴും ആ അവകാശം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി പറയാനുള്ള സാവകാശം, മറുപടി പറയാനുള്ള അവകാശം, അത് എനിക്ക് നിങ്ങൾ തരണം. ഞാൻ എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് ദയവായി തരണമെന്ന് അദ്ദേഹം കൈകൂപ്പിക്കൊണ്ടാണ് സംസാരിച്ചത്. അതൊരു അഭ്യർത്ഥനയായിരുന്നു, ഒരു അപേക്ഷയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനെ ധാർഷ്ട്യമായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ ഒരു നീതികേടായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കൊങ്ങിണിയും ജമന്തി ആയതുകൊണ്ടല്ല.
നിങ്ങൾക്ക് എന്താണ് VD സതീശന്റെ അഭിപ്രായത്തോടാണോ യോജിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മറുപടി പറയണമായിരുന്നു, മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിക്കുമ്പോൾ തന്നെ മറുപടി പറയേണ്ട ആളാണ് മുഖ്യമന്ത്രി, അത്രയും കേരളത്തിലെ ജനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന, ആകാംക്ഷയോടെ കാത്തിരുന്ന, ജീവൻ പണയം വെച്ച് കാത്തിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹം പറയാതിരുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടും.